ആപ്പിളിൻ്റെ ഈ വർഷം ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ ഏറ്റവും ചെറിയ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഐഫോൺ 12 മിനി. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞൊരു 3-4 വർഷം നോക്കിക്കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഐഫോൺസിനകത്ത് തന്നെ ഏറ്റവും ചെറുതായിട്ട് വന്നേക്കുന്ന ഒരു ഫോണാണ് ഈ 12 മിനി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ മിനി വരുന്ന ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ ചെറിയൊരു ബോക്സാണ്. അതും ഞാനിവിടെ വാങ്ങിച്ചേക്കുന്ന ബേസ് വേരിയൻ്റ് ആണ്. ഇപ്പോൾ ബേസ് വേരിയൻറ്റിന് 64 GB സ്റ്റോറേജേ ഉള്ളൂ. അതിൻ്റെ പ്രൈസിങ് 69,900 ഇന്ത്യൻ റുപ്പീസാണ്. പിന്നെ അടുത്ത വേരിയൻറ്റ് 128 GB ആണ്. അതിൻ്റെ പ്രൈസിങ് 74,900ഉം. പിന്നെ ടോപ്പ് വേരിയൻ്റായ 256 GB എടുക്കുവാണെങ്കിൽ അതിൻ്റെ പ്രൈസിങ് 84,900 ഇന്ത്യൻ റുപ്പീസാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങിനകത്ത് നമുക്ക് ഈ ബേസ് വേരിയൻ്റെ പ്രൈസിംഗ് ആണ് വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതും പ്രീമിയം പ്രൈസിങ് തന്നെയാണ്. അത് നമ്മളിനി ഈ ബോക്സ് തുറന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഫോൺ തന്നെയാണ്. ഈ പേരിന് മാച്ചിങ് ആയ സൈസ് തന്നെയാണ് ഈ ഫോണിന്. വളരെ ചെറിയൊരു ഫോണാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇപ്പോൾ ഈ 2020 ഇത്രയും സൈസുള്ള ഒരു ഫോൺ കണ്ടു കാണത്തില്ല. അതായത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു iPhone 5s കാട്ടിയും കുറച്ചും കൂടെ കൂടുതലും iPhone SE സെക്കൻഡ് ജനറേഷനെ കാട്ടിയും കുറച്ചും കൂടെ ചെറുതുമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. വളരെ കോമ്പാക്റ്റ് ആണ്, കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഫോൺ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ നേരം നമുക്ക് കിട്ടുന്ന ഒരു ചാർജിങ് കേബിളാണ്. അത് USB-C to ലൈറ്റ്നിങ് കേബിളാണ്. പിന്നെ നമുക്കുള്ള ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെയാണ്. അതിനകത്ത് ഒരു ആപ്പിൾ സ്റ്റിക്കറും കിട്ടുന്നുണ്ട്. അതായത് ഇതിനകത്ത് ചാർജിങ് ബ്രിക്ക് ഇല്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഈ വർഷത്തെ ഒരു ഐഫോൺസിനകത്തും ചാർജിങ് ബ്രിക്ക് കിട്ടത്തില്ല. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് iPhone 11 ഇപ്പോൾ വാങ്ങിക്കുവാണെങ്കിൽ, അതായത് പുതിയതായിട്ട് വരുന്നൊരു യൂണിറ്റ് ആണെങ്കിൽ അതിനകത്തും ചാർജിങ് ബ്രിക്ക് കിട്ടത്തില്ല. അതായത് ഇപ്പോൾ ആപ്പിൾ സെല്ല് ചെയ്യുന്ന ഒന്നിനകത്തും ചാർജിങ് ബ്രിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന കേബിൾ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു USB-C ചാർജിങ് അഡാപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഫോണിൻ്റെ കാര്യത്തിലേക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. പക്ഷേ എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ഫൈനൽ റിവ്യൂ അല്ല, ഇതൊരു ഇനിഷ്യൽ റിവ്യൂ പോലെയാണ്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് തന്നെ ഈ ഫോണിനകത്ത് ആദ്യമേ നമുക്ക് ഇതിൻ്റെ സൈസും ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി നോക്കാൻ നേരത്ത് ഇത് വളരെ ചെറിയൊരു ഫോണാണ്. അതായത് നിങ്ങൾ iPhone SE സെക്കൻഡ് ജനറേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും ചെറിയൊരു ഫോണാണ്. പിന്നെ അത് മാത്രമല്ല, ഒട്ടും വെയിറ്റും തോന്നുന്നില്ല. കയ്യിൽ നമുക്ക് എടുക്കാൻ നേരത്ത് വലിയ വെയിറ്റ് തോന്നത്തുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇത്രയും കോമ്പാക്റ്റ് ആയ ഒരു ഫോണായതുകൊണ്ട് നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് ഒതുങ്ങിയിരിക്കും. എനിക്ക് അത്യാവശ്യം വലിയൊരു കൈയാണുള്ളത്, അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഒരുപാട് ചെറുതായിട്ട് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് പണ്ടത്തെ ഫോൺ സൈസ് ഇഷ്ടമായിരുന്നെങ്കിൽ, എനിക്ക് iPhone 5ഉം 5s ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോണായിരുന്നു. അതിൻ്റെ ഒരു ഫോം ഫാക്ടർ രീതി വന്നേക്കുന്നുണ്ട്. എനിക്ക് ഈ ഫോൺ ആദ്യ ഇംപ്രഷൻസിനകത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്രയും ചെറുതായതുകൊണ്ട് നമുക്കിത് കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കിപ്പം ടൈറ്റായിട്ടൊരു ജീൻസാണ് ഇട്ടേക്കുന്നതെങ്കിൽ പോലും ഇത് ഒരു പ്രശ്നമില്ലാതെ അതിനകത്ത് കയറും. നമുക്ക് എടുക്കാനും പാടൊന്നുമില്ല. പിന്നെ നമ്മുടെ പോക്കറ്റിൽ കിടക്കാൻ നേരത്ത് തന്നെ ഈ ഫോൺ ഉള്ളതായിട്ട് അധികം തോന്നത്തുമില്ല. അപ്പോൾ ഇങ്ങനത്തെ രീതി വന്നേക്കുന്നുണ്ട്. നമ്മുടെ iPhone 12 മിനി നമ്മുടെ പണ്ടത്തെ കാലത്തെ ഫോൺസ് എങ്ങനെയാണോ അതിൻ്റെ ഒരു ന്യൂ ജനറേഷൻ മോഡലുകളൊക്കെയാണ്. അത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ വർഷമുള്ള iPhone 12 അതേ ഡിസൈൻ തീം തന്നെയാണ്. അതായത് നമുക്ക് സൈഡിലുള്ള റെയിൽ അലുമിനിയമാണ്. അത് ഫ്ലാറ്റ് ആയിട്ടാണ് അതിൻ്റെ എഡ്ജ് ഇരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അതും ഈ ഫ്രണ്ട് ഗ്ലാസ് സെറാമിക് ഷീൽഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട് ഗ്ലാസ്സിന് അതേ ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ കിട്ടണം. പിന്നെ ബാക്കിലത്തെ ഗ്ലാസ് ആനക്സ് ഗ്ലാസ് ആണ്. അതും ഈ ബാക്കിലത്തെ ഗ്ലാസിൻ്റെ ഡിസൈൻ തീം നോക്കാൻ നേരത്ത് ഗ്ലോസ് ഫിനിഷ് ആണ്. പിന്നെ ക്യാമറ സെക്ഷൻ നോക്കാൻ നേരത്ത് അതിന് മാറ്റ് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത്. അതിവിടെ ക്യാമറ നോക്കാൻ നേരത്ത് തന്നെ ഇവിടെ 2 ക്യാമറയും വരുന്നുണ്ട്. അതും കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുവാണ്. അത് ഈ ബാക്ക് പോർഷൻ മൊത്തത്തിൽ ഒരു ഒറ്റ ഗ്ലാസ് തന്നെയാണ്. പിന്നെ നമ്മുടെ ചാർജിങ് പോർട്ട് നോക്കുവാണെങ്കിൽ അത് ലൈറ്റ്നിങ് പോർട്ട് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ചാർജിങ് പോർട്ടിൻ്റെ അടുത്ത് കിടക്കുന്ന സ്പീക്കറിൻ്റെ ഗ്രില്ല് നോക്കാൻ നേരത്ത് അത് കുറച്ചും കൂടെ ചെറുതായിട്ടുണ്ട്. അത് ഫോൺ ചെറുതായതുകൊണ്ടാണ്. ഇവിടെ ഡ്യുവൽ സ്പീക്കേഴ്സ് ആണെങ്കിൽ പോലും നമ്മുടെ iPhone 12 ആയിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്ത് അതിൻ്റെ അത്രയും ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഇതിനകത്തില്ലായിരുന്നു. നല്ല സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട്, പക്ഷേ എന്നാലും നമുക്ക് iPhone 12 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ കുറവായിരുന്നു. എന്നാലും ക്വാളിറ്റിക്ക് അത് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ സൗണ്ട് കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇവിടുത്തെ വോളിയം ബട്ടൺസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് വരുന്നത്. പിന്നെ പവർ ബട്ടൺ മുകളിലേക്ക് മാറ്റിയില്ല, അതിന് പകരം റൈറ്റ് സൈഡിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ iPhone 12 ഇന്ത്യൻ യൂണിറ്റ് കണ്ടണക്ക് തന്നെയാണ്. ഇതിനകത്ത് mm-wave 5Gയുടെ ആൻറ്റന കട്ടൗട്ട് ഇല്ല. ബാക്കിയെല്ലാ ആൻറ്റന കട്ടൗട്ട്സും ഉണ്ട്. അതായത് നമുക്കിവിടെ sub-6 5G കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ iPhone 12 മിനിൻ്റെ ഡിസൈനും സൈസും ഒക്കെ നോക്കിയപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെറിയ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി നിന്നൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഫോൺ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ പോകുന്നൊരു ഫോണാണ് ഈ iPhone 12 മിനി. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു വലിയ ഫോണുമായിട്ട് യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കുറേ കാലമായിട്ട് വലിയ ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ പോകുന്നൊരു ഫോണായിരിക്കും ഈ iPhone 12 മിനി. കാണാനൊക്കെ ഒരുപാട് അട്രാക്റ്റീവ് ആണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഈ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, ഫോൺ ഇത്രയും ചെറുതായതുകൊണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് ചെറുതാണ്. 5.4 ഇഞ്ചാണ് സ്പെക് ഷീറ്റിൽ കാണുമ്പം. പക്ഷേ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വീതി കുറച്ച് കുറവാണ്. നമുക്ക് നീളം വെച്ച് നോക്കാൻ നേരത്ത് കുഴപ്പമില്ല, പക്ഷേ ഈ വീതി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടുന്നൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കോർണറിലും എത്തിപ്പറ്റാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ഈ വൺ ഹാൻഡഡ് യൂസ് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ഉള്ള ഫോൺസിനകത്തൊന്നുമില്ല. അത് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നൊരു ഫോണാണ് ഈ iPhone 12 മിനി. പക്ഷേ ഈ വീതി ചെറുതാകുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ മൊത്തത്തിൽ ചെറുതായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഗെയിം കളിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ വലിയ സ്ക്രീനുമായിട്ട് യൂസ്ഡ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. അതായത് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ iPhone 11 ആണ് ഒരു വർഷത്തോളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പോൾ iPhone 12 റിവ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും വലിയ ഫോൺസ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് വന്നപ്പം ഈ ചെറിയ ഡിസ്പ്ലേ സൈസ് ഒരു ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് കണ്ടന്റ് കാണുമ്പോഴാണ് അത് വലുതായിട്ട് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീഡിയോ കാണുമ്പം നമുക്ക് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഫോർമാറ്റ് വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിന് മാത്രമല്ല,
ഇവിടുത്തെ ഈ നോച്ച് നോക്കുവാണെങ്കിൽ ഈ നോച്ച് നമ്മുടെ ഐഫോൺ 12ൻ്റെ നോച്ചിൻ്റെ അതേ ഒരു സെയിം സൈസ് കണക്കാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഫോൺ ചെറുതായതുകൊണ്ട് ഇതിനകത്ത് ഈ നോച്ച് കുറച്ചുകൂടെ എടുത്ത് നിൽക്കുന്നുണ്ട്. സാധാരണ നമ്മളിപ്പോൾ നോച്ചുള്ള ഫോണാണെങ്കിൽ പോലും, അതായത് ഐഫോൺസ് ആണെങ്കിൽ നമ്മൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ വന്നില്ല. പക്ഷേ ഇവിടുത്തെ ബെസൽസ് നോക്കുവാണെങ്കിൽ അത് നല്ല ചെറുതാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്നാലും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഈ ഡിസ്പ്ലേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻസിനകത്ത് അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിക്കകത്ത് ആപ്പിൾ ഒരു പ്രശ്നവും വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് തന്നേക്കുന്നത്. അതായത് ഈ വർഷത്തെ ഐഫോൺ 12 സീരീസിന് ഒപ്പം നിൽക്കുന്ന തരമുള്ള സ്പെസിഫിക്കേഷനുള്ള ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഇതൊരു 5.4 ഇഞ്ച് OLED പാനലാണ്. അതും ആപ്പിൾ ഈ ഡിസ്പ്ലേ വിളിക്കുന്നത് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ റെസൊല്യൂഷൻ 1080p ആണ്. പിന്നെ ഇത് HDR ഡിസ്പ്ലേ ആണ്. അത് കൂടാതെ അതിനകത്ത് ട്രൂ ടോൺ സപ്പോർട്ടും ഹാപ്റ്റിക് ടച്ചും ഒക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാൻഡേർഡ് കണ്ടന്റ് കാണുവാണെങ്കിൽ 625 nits ആണ്. HDR കണ്ടന്റ് കാണുവാണെങ്കിൽ 1200 nits വരെ പോകും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഫോൺ 12നൊപ്പം തന്നെ നിൽക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പാനൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾസ് കിടലുമാണ്. പിന്നെ കളേഴ്സ് എല്ലാം എടുത്ത് പോയിട്ട് ബ്ലാക്ക് ഒക്കെ പ്രോപ്പറാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റ് ഒക്കെ വായിക്കാൻ നേരത്ത് നല്ല ഷാർപ്പാണ്. പിന്നെ ഇതിനകത്ത് ബ്രൈറ്റ്നസ്സിനകത്തും ഇഷ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. അതായത് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് എൻജോയബിൾ ആണ്. പക്ഷേ ഡിസ്പ്ലേ സൈസ് ചെറുതാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് കാണുന്ന വ്യക്തിയും അതുപോലെ തന്നെ ഗെയിം ഒരുപാട് കളിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനകത്തൊരു ചെറിയ തടസ്സം വരുമെന്നല്ലാതെ അതും വലിയൊരു പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് ഐഫോൺ SE കണക്കല്ല, അതായത് ഐഫോൺ SE ഫസ്റ്റ് ജനറേഷനകത്ത് ഒരുപാട് ചെറിയ ഡിസ്പ്ലേ ആവുന്നതുകൊണ്ട് അത് നമുക്ക് ഗെയിം കളിക്കാൻ നേരത്ത് കുറച്ചും കൂടെ ഇഷ്യൂ കൂടുതലാണ്. അപ്പോൾ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്ററാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തെ ഫോൺസുമായിട്ട് യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഐഫോൺ 12 mini എടുക്കാൻ തീരുമാനിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഫോൺസ് ഇഷ്ടമായിരിക്കും. അപ്പോൾ ചെറിയ ഫോൺസിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ചെറിയ ഡിസ്പ്ലേ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. ഇങ്ങനത്തെ ഒരു പ്രശ്നം അതിനകത്ത് എന്തായാലും കാണും. പക്ഷേ ഇതിനകത്ത് ആപ്പിൾ ചെയ്ത ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഈ ഫോൺ ചെറുതാക്കിയത് മാത്രമല്ല, ഇത് ചെറുതാക്കിയപ്പോഴും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിനകത്ത് ഒരു പ്രശ്നവും വരുത്തിയിട്ടില്ല. അതായത് നമുക്ക് ഐഫോൺ 12ൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ 12 മിനിക്ക് തന്നിരിക്കുന്നത്. അതിൽ ആദ്യമേ ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുവാണെങ്കിൽ ആപ്പിളിൻ്റെ A14 ബയോണിക് ചിപ്പാണ് വരുന്നത്. RAM 4GB ആണ്. പിന്നെ സ്റ്റോറേജ് ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു, 64ഉം 128ഉം 256GB ആണ് ഓപ്ഷൻസ് ഉള്ളത്. അത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന 128GB ആയിരിക്കും. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നല്ല പ്രൊസസ്സർ വരുന്നതുകൊണ്ടും അത്യാവശ്യം നല്ലോണം RAM ഉള്ളതുകൊണ്ട് തന്നെ, അതായത് iOSന് 4GB RAM ഒക്കെ മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂസർ എക്സ്പീരിയൻസിനകത്ത് ഒരു ബുദ്ധിമുട്ടില്ല. വളരെ ഫാസ്റ്റാണ്, എല്ലാം സ്മൂത്താണ്. ഗെയിംസ് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ എടുത്ത് ഫോട്ടോസോ വീഡിയോസോ എടുക്കുമ്പോഴും അതിനകത്തൊന്നും ലാഗില്ല. പിന്നെ ഹോം സ്ക്രീനിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ അതിനകത്തൂടെയൊക്കെ പോകാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു തരത്തിലും പ്രശ്നങ്ങൾ വരത്തില്ല. യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിനകത്ത് നിങ്ങളൊന്നും പേടിക്കേണ്ട. ഒരു 4 തൊട്ട് 5 വർഷം വരെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്തായാലും കാണും. അതുപോലെ തന്നെ ഒരു 4-5 വർഷം വരെ ഈ ഫോണിനകത്ത് പെർഫോമൻസ് ഇഷ്യൂസ് വരുത്തില്ല. പിന്നെ അടുത്തായി നമ്മുടെ ക്യാമറ സ്പെസിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതും ഐഫോൺ 12 കണക്കനെയാണ്. ഇവിടെ ബാക്കി 2 ക്യാമറയാണ് വരുന്നത്. അതിനകത്ത് മെയിൻ ക്യാമറ ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതൊരു 12 മെഗാപിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f1.6ഉം പിന്നുള്ളത് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതും 12 മെഗാപിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.4 ആണ്. ഇതിനകത്ത് നമുക്ക് സ്മാർട്ട് HDR3 സപ്പോർട്ടും അതുപോലെ തന്നെ ഈ 2 ക്യാമറയ്ക്കും നൈറ്റ് മോഡും അതുപോലെ തന്നെ ഡീപ് ഫ്യൂഷൻ സപ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അതും ഞാൻ ഈ ഫോൺ വെച്ച് എടുത്ത ഫോട്ടോസ് എന്ന് പറയുന്നത് നമുക്ക് ഐഫോൺ 12 എങ്ങനെയാണോ ഫോട്ടോസ് വരുന്നത് അതുപോലെ തന്നെയാണ് വരുന്നത്. അതായത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് വരുന്നത്. നല്ല ഷാർപ്നെസ്സും നല്ല ഡീറ്റെയിൽസും അതുപോലെ തന്നെ നല്ല ഡൈനാമിക് റേഞ്ചുള്ള ഫോട്ടോസാണ്. അത് നമ്മൾ നല്ല ലൈറ്റിങ്ങിലോ അല്ലെങ്കിൽ മോശമായ ലൈറ്റിങ്ങിൽ എടുത്താലും ഈ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഷോട്ട്സ് എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലേക്ക് വരാൻ നേരത്ത് അതിനകത്ത് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നല്ല ലൈറ്റിംഗ് ആണെങ്കിൽ നമുക്ക് നല്ലോണം പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. അത് നമുക്കിവിടെ നൈറ്റ് മോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇരുട്ടത്തും തരക്കേടില്ലാത്ത ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് നോക്കാൻ നേരത്ത് അത് ഐഫോൺ 12 എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അതായത് നമുക്ക് ഈ ഫോൺ വെച്ചും 10-bit ഡോൾബി വിഷൻ HDR വീഡിയോസ് എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് 30 FPS വരെ എടുക്കാൻ പറ്റും. അതും ഐഫോൺ 12 അങ്ങനെ ആയിരുന്നു. അത് നിങ്ങൾ ആ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഫോമാറ്റിലിട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, അത് കാണണമെങ്കിൽ തന്നെ ഒരു HDR ഡിസ്പ്ലേ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഓഫ് ചെയ്തിട്ട് 4K 60 FPS എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോസാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾ ഫോൺ വെച്ച് എടുക്കുന്ന വീഡിയോസിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഐഫോൺസ് ആണ്. അതിനകത്ത് ഈ 12 മിനിയും അങ്ങനെ തന്നെയാണ്. അതായത് നിങ്ങളുടെ ഐഫോൺ 12ഉം 12 പ്രോൻ്റെ ഒപ്പം തന്നെ നിൽക്കും. നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ 12 മിനി ആ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുത്തത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നിടത്ത് അതും നമ്മുടെ ഐഫോൺ 12 അതേ ക്യാമറയാണ്. ഒരു 12 മെഗാപിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. അതിനകത്ത് നമുക്ക് നൈറ്റ് മോഡും ഡീപ് ഫ്യൂഷനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സപ്പോർട്ടുണ്ട്. സ്മാർട്ട് HDR3 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സെൽഫീസ് നോക്കാൻ നേരത്ത് നല്ല ഷാർപ്പും ക്രിസ്പായ സെൽഫീസാണ്. ഇപ്പോൾ നമുക്ക് ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷനിൽ എടുത്താലും അത്യാവശ്യം നല്ല സെൽഫീസ് തന്നെയാണ് വരുന്നത്. പിന്നെ പോർട്രേറ്റ്സും എല്ലാം കൊള്ളാം. പിന്നെ അത് മാത്രമല്ല, ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോസും നല്ല വീഡിയോസാണ്. അതായത് വ്ളോഗിങ്ങിന് പറ്റിയൊരു ക്യാമറ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ സൈസ് ഇത്രയും ചെറുതായതുകൊണ്ട് വ്ളോഗിങ്ങിന് പ്രോപ്പറായൊരു ക്യാമറയാണ്. ഇപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻസിനകത്ത് ആപ്പിൾ പ്രശ്നങ്ങൾ വരുത്തിയിട്ടില്ല. ഐഫോൺ 12 എങ്ങനെ തന്നു അതുപോലെ തന്നെ തന്നു. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെറിയ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കാൻ നേരത്തെ, അതായത് നിങ്ങൾക്ക് IP റേറ്റിംഗ് നോക്കുവാണെങ്കിൽ അതും ഐഫോൺ 12 തന്നെയാണ്. IP68 റേറ്റിംഗ് ആണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് 6 മീറ്റർ വരെ 30 മിനിറ്റ് പറ്റും. പിന്നെ അതിനുശേഷം ബ്ലൂടൂത്ത് വേർഷൻ കഴിഞ്ഞാൽ അത് 5 ആണ്. വൈഫൈ വേർഷൻ 6 ആണ്. NFC അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല 5Gയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് sub-6 5G ആണ് കിട്ടുന്നത്. അതും 5G മാത്രമല്ല, ഇതിൻ്റെ LTE സ്പീഡും കൂടുതലാണ്. അത് നമ്മൾ ഐഫോൺ 12ൻ്റെ റിവ്യൂവിൽ നിങ്ങൾ കണ്ടു കാണും.
അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ LT സ്പീഡ് ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ നല്ല LT സ്പീഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ iPhone 12 കട്ട് ചെയ്ത കാര്യങ്ങൾ ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് iPhone 12ന്റെ ഡിസ്പ്ലേക്ക് 90 ഹെർട്സോ അല്ലെങ്കിൽ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഒന്നും ഇല്ല. അതിന് പകരം 60 ഹെർട്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. അതായത് നമ്മുടെ iPhone 12 മിനിക്കും 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ്. പക്ഷേ ഈ ഡിസ്പ്ലേ ഇത്രയും ചെറുതായതുകൊണ്ടും പിന്നെ iOS വളരെ സ്മൂത്ത് ആയതുകൊണ്ടും പിന്നെ ഈ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇത്രയും പെർഫോമൻസ് തരുന്നൊരു പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ലാഗൊന്നും തോന്നിയില്ല. അപ്പോൾ 90 ഹെർട്സോ അല്ലെങ്കിൽ 120 ഹെർട്സോ ഒക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭേദമായിരുന്നേ. അത് പ്രത്യേകിച്ചും ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണകരമായ ഒരു കാര്യമായി മാറിയേനെ. പക്ഷേ അതില്ലാത്തതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യം കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു കാര്യമൊന്നും ആയിരിക്കത്തില്ല. അത് ബാറ്ററിയാണ്. അതായത് ഞാൻ ബാറ്ററി ടെസ്റ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ഇത്ര നേരം ഉപയോഗിച്ചതിൽ നിന്ന് ബാറ്ററി പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ഔട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് കുറവാവാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ഇത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ഫോണാണ്. ഇതിനകത്ത് ബാറ്ററിയും ഒരുപാട് ചെറുതാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി വലുതാക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്തുള്ള സ്പേസ് ഒരുപാട് കുറവായതുകൊണ്ട് തന്നെ ബാറ്ററി സൈസ് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബാറ്ററി ഡ്രെയിൻ ഔട്ട് പെട്ടെന്നാവുന്നതും. പിന്നെ ഇത്രയും പവർഫുൾ പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഹെവിയായ ഒരു ഗെയിമൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഗെയിമൊക്കെ സ്മൂത്തായിട്ട് റൺ ചെയ്യും. പക്ഷേ അപ്പോഴത്തേക്കും കുറച്ചും കൂടെ പവർ അത് വലിക്കും. അതുകൊണ്ടാകാം എൻ്റെ ഒരു ഇനിഷ്യൽ ടെസ്റ്റിങ്ങിനകത്ത് എനിക്ക് കൂടുതൽ ബാറ്ററി പോയത്. പക്ഷേ എനിക്കിവിടെ ഒരു കാര്യം തറപ്പിച്ച് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ എന്തായാലും iPhone 12 മില്ലി നോക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ലാസ്റ്റ് ചെയ്തില്ല. ഒരു ദിവസം ഒന്നും എന്തായാലും നിൽക്കാൻ പോകുന്നില്ല. ആവറേജ് യൂസർ അല്ലെങ്കിൽ ലൈറ്റ് യൂസർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ബാറ്ററിയുടെ കാര്യങ്ങൾ. പക്ഷേ ബാറ്ററിക്കകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഈ ലൈറ്റ്നിങ് പോർട്ടിനകത്ത് തന്നെ ഫാസ്റ്റ് ചാർജർ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ മാക്സ് സേഫ് ചാർജിങ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ മാക്സ് സേഫ് സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 12 വാട്ട് വരെ ഉള്ളൂ. അപ്പോൾ iPhone 12 15 വാട്ട് വരെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, അതിനെക്കാട്ടിയും കുറച്ചും കൂടെ സ്ലോ ആയിട്ടുള്ള ചാർജിങ് ആണ്. പക്ഷേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, അതായത് iPhone 12ന്റെ റിവ്യൂ തന്നെ ഞാൻ പറഞ്ഞതാണ്, എനിക്ക് മാക്സ് സേഫ് ചാർജിങ് അത്ര താല്പര്യമില്ല. കാരണം മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ബാക്ക് സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് iPhone 12 മിനിൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം ഫാക്ടർ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ചെറിയൊരു ഫോൺ. അതുകൊണ്ടാണ് ഞാൻ iPhone 11 മാറ്റിയിട്ട് iPhone 12ലേക്ക് വന്നെങ്കിൽ പോലും അതിൽ നിന്ന് ഞാൻ iPhone 12 മിനിയിലേക്ക് എൻ്റെ മെയിൻ ഫോണായിട്ട് മാറിയേക്കുന്നത്. അതായത് iPhone 12 മിനിയാണ് ഞാൻ ഈ ഒരു വർഷം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എത്രത്തോളം ബാറ്ററി നിൽക്കുമെന്നും അതുപോലെ തന്നെ എത്രത്തോളം ഇതിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസ് ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് മിസ് ചെയ്യണമെങ്കിൽ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ iPhone 12 സീരീസിനകത്ത് iPhone 12 മിനി എടുക്കണോ അല്ലെങ്കിൽ 12 എടുക്കണോ എന്ന് സംശയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ iPhone 12 എടുക്കാനാണ്. കാരണം എന്ന് വെച്ചാൽ ഈ 12 മിനി എന്ന് പറയുന്ന ഫോൺ ഇത്രയും ചെറുതായതുകൊണ്ട് അതിൻ്റെതായ 2-3 പോരായ്മകളുണ്ട്. നിങ്ങൾക്ക് ഈ ചെറിയ ഫോൺ വേണം എന്ന് ഒരുപാട് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം iPhone 12 മിനി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ iPhone 12 തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഫോൺ എവിടെ നിന്ന് എടുത്തതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനിത് കൊല്ലത്തെ ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് റീസെല്ലറായ അമേസിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രോഡക്ട്സും ആദ്യം തന്നെ അവൈലബിൾ ആവും. അപ്പോൾ ഞാൻ ഈ ഫോൺ ഫുൾ പേയ്മെൻറ്റ് കൊടുത്താണ് എടുത്തേക്കുന്നത്. അതും ഈ വീഡിയോ ഒരു പെയ്ഡ് ഒരു സ്പോൺസർഡ് വീഡിയോ അല്ല. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാറില്ല. അതും ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.